AI നിർമ്മിത ബുദ്ധിയെക്കുറിച്ചുള്ള ചർച്ചകൾ അത് വ്യാപകമാണ്. അതിൽ പ്രധാനമായിട്ട് ആ ചർച്ചകളിലൊക്കെ നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്ന കാര്യങ്ങളുടെ ഒരു എടുത്താൽ ഒന്ന്, AI നമ്മുടെ ജോലികൾ റീപ്ലേസ് ചെയ്യും, ജോലികൾ തട്ടിയെടുക്കും, ഒരുപാട് ജോലികൾ ഇല്ലാതെയാവും എന്ന് നാം പറയാറുണ്ട്. അതിനോടൊപ്പം അതിനെ നിർമ്മിത ബുദ്ധിയെ ഒരു ഉട്ടോപ്യൻ വിഷനിൽ കാണുന്ന ആളുകൾ മനുഷ്യരുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമായിട്ട് AI നിർദ്ദേശിക്കാറുണ്ട്. അതായത് ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ സാമ്പത്തികമായ പ്രതിസന്ധികൾ ലോകത്തുണ്ടാകുന്നത്, ഇതിനെല്ലാമുള്ള ഒരു സൊല്യൂഷനായിട്ട് AI മുന്നോട്ട് വയ്ക്കുന്നവരുണ്ട്. ഇത്തരം ചർച്ചകളിലെല്ലാം തന്നെ കാണാതെ പോകുന്ന, ഡിസ്കസ് ചെയ്യപ്പെടാതെ പോകുന്ന ഒരു വിഷയമാണ് നമ്മൾ പറയുന്നത്. അതായത് AI ഇത്തരത്തിലുള്ള ഒരു സിവിലിയൻ ഉപയോഗത്തിന് അതിന് മാത്രമായിട്ട് ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നല്ല. അത് നിങ്ങളുടെ ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു അസിസ്റ്റൻ്റ് മാത്രമായിട്ട് നിങ്ങളുടെ ഫോണിലുള്ള ഒരു ആപ്പ് അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ഒന്ന് മാത്രമല്ല. അതിനൊരു മിലിറ്ററി യൂസ് ഉണ്ട്. ഒരു മിലിറ്ററി ടൂളായിട്ടാണ് ഇന്ന് വ്യാപകമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അധികാരത്തിന് വേണ്ടുന്ന ഒരു ഏറ്റവും സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ഉപകരണമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നിർമ്മിത ബുദ്ധി അഥവാ AI. ഇതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സമീപകാലത്ത് ആൻഡ്രോപ്പിക് എന്നുള്ള പ്രസിദ്ധമായിട്ടുള്ള ഏറ്റവും വലിയ AI കമ്പനികളിലൊന്നും പെൻറ്റഗണുമായിട്ടുണ്ടായ ചില അസ്വാരസ്യങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതായത് ആൻഡ്രോപ്പിക്കിലുള്ള AI സേഫ് ഗാർഡ്സ് എന്ന ചില ഓപ്ഷൻസ് ഉണ്ട്. അതായത് നമ്മൾ AI യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ പേഴ്സണലായിട്ടുള്ള വിവരങ്ങൾ, നമ്മുടെ ഒരുപാട് ഡാറ്റകളൊക്കെ തന്നെ നമ്മുടെ പ്രൈവസിയെ സംബന്ധിക്കുന്ന, നമ്മുടെ പ്രവർത്തനങ്ങളെ സംബന്ധിക്കുന്ന, നമുക്ക് പിന്നീട് ആപൽക്കരമായി തീർന്നേക്കാവുന്ന പല ഡാറ്റകളും എങ്ങനെ ഫിൽട്ടർ ചെയ്യാമെന്നതിനെ സംബന്ധിക്കുന്ന ചില ഫിൽറ്റേഴ്സാണ് AI സേഫ് ഗാർഡ്സ്. അപ്പോൾ അത്തരം സേഫ് ഗാർഡുകൾ ഡ്രോപ്പ് ചെയ്യണമെന്ന് പെൻറ്റഗൺ ആവശ്യപ്പെട്ടിട്ട് ആൻഡ്രോപ്പിക് അതിന് സമ്മതിച്ചില്ല. അങ്ങനെ സമ്മതിക്കാത്തത് കൊണ്ട് പെൻറ്റഗണിൻ്റെ പല കോൺട്രാക്റ്റുകളും ആൻഡ്രോപ്പിക്കുമായിട്ടുള്ള കോൺട്രാക്റ്റുകളും ക്യാൻസൽ ചെയ്യാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് എന്നിട്ടും അവർ വഴങ്ങിയില്ല. ആ അർത്ഥത്തിലുള്ള ഒരു അസ്വാരസ്യം ഇങ്ങനെ നടന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള സേഫ് ഗാർഡുകൾ, AI സേഫ് ഗാർഡുകൾ ഒഴിവാക്കിയാൽ നിർമ്മിത ബുദ്ധി വ്യാപകമായിട്ടുള്ള മാസ് സർവെയിലൻസിങ്ങിനും അതുപോലെ സ്വയം പ്രവർത്തിക്കുന്ന ഓട്ടോമാറ്റിക് വെപ്പൺറിയുടെ ഉപയോഗത്തിനുമൊക്കെ തന്നെ അത്തരം വെപ്പൺസിൻ്റെ വ്യാപകമായിട്ടുള്ള തെറ്റായ ഉപയോഗത്തിനുമൊക്കെ തന്നെ ഉപയോഗിക്കപ്പെടുമെന്നാണ് ആൻഡ്രോപ്പിക് പറഞ്ഞ റീസൺ. ഇങ്ങനെ AI സേഫ് ഗാർഡ്സ് റിമൂവ് ചെയ്യാനായിട്ട് തയ്യാറാവാതിരുന്നതിന് കാരണമായിട്ട് അവർ പറഞ്ഞതാണ്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ OpenAI എന്ന് പറഞ്ഞ മറ്റൊരു വലിയ കമ്പനി നമുക്കെല്ലാം അറിയാം. അവർ ഇതിന് തയ്യാറായി പെൻറ്റഗണിന് റീപ്ലേസ്മെൻ്റായിട്ട് ഞങ്ങളുടെ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കാമെന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഇത് അവർക്കെതിരെ വ്യാപകമായിട്ടുള്ള തിരിച്ചടികളുണ്ടായി. ക്വിറ്റ് GPT എന്ന് പറയുന്ന വലിയൊരു ക്യാമ്പയിൻ സോഷ്യൽ മീഡിയയിലുണ്ടായി. അങ്ങനെ അവർക്ക് ഒരുപാട് തിരിച്ചടികൾ അതിൻ്റെ പേരിൽ നേരിട്ടു. ആൻഡ്രോപ്പിക്കിൻ്റെ ക്ലോഡ് മോഡലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിന് ഒരുപാട് ഡിമാൻഡ് ഉണ്ടായി, അതിന് ഒരുപാട് നല്ല റിവ്യൂസ് വന്നു. അതിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ പല യൂസേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതൊക്കെ സമീപകാലത്തായിട്ട് സംഭവിച്ചാണ്, കഴിഞ്ഞ മാസങ്ങളിലൊക്കെ. പക്ഷേ ഇതിലും നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അതായത് ആൻഡ്രോപ്പിക്ക് വളരെ നല്ല ഒരു കമ്പനി, നല്ല രീതിയിൽ AI യൂസ് ചെയ്യുന്നു, അതേസമയം OpenAI അങ്ങനെയല്ല എന്ന രീതിയിൽ ഈ വാർത്തയൊന്നും കണ്ട് നമ്മൾ തെറ്റിദ്ധരിച്ച് പോയേക്കരുത്. അങ്ങനെ പോകരുത്. കാരണം പെൻറ്റഗണിന് വേണ്ടി ക്ലാസിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് ഓപ്പറേഷൻസിൽ പങ്കെടുത്തതാണ് ആൻഡ്രോപ്പിക്. അത് ക്ലോഡ് മോഡൽ, അവരുടെ ആ ക്ലോഡ് മോഡൽ ഉപയോഗിച്ചാണ് വെനിസ്വേലയിൽ പെൻറ്റഗൺ ആക്രമണം നടത്തിയെന്ന് പറയപ്പെടുന്നു. ഇറാനിൽ നടത്തിയ ആക്രമണങ്ങളിൽ തന്നെ ക്ലോഡ് AIയുടെ ഉപയോഗം, ഇതിലൊക്കെ ആൻഡ്രോപ്പിക്ക് പ്രൊവൈഡ് ചെയ്യുന്ന AI ആണ്. അപ്പോൾ അതിൻ്റെ ഉപയോഗം വ്യാപകമായിട്ടുണ്ട്. അപ്പോൾ അതായത് ആൻഡ്രോപ്പിക്ക് പെൻറ്റഗണിൻ്റെ ഒരു തിട്ടൂരത്തിന് എതിര് നിൽക്കുന്ന വലിയൊരു ഒരു തിരുത്തൽ ശക്തിയാണ് എന്ന രീതിയിലൊന്നും നമ്മൾ തെറ്റിദ്ധരിച്ച് പോകരുത് എന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലായില്ലേ? ആൻഡ്രോപ്പിക്കിൻ്റെ ഈ പറയുന്ന AI സേഫ് ഗാർഡ്സ് ഒക്കെ തന്നെ അവർ പറയുന്നത് എന്താണ്, US സിറ്റിസൻസിന് ബാധകമാണ് എന്നുള്ളതാണ്. അതായത് ഇതൊരു പർട്ടിക്കുലർ ജോഗ്രഫിയിൽ മാത്രമാണ് അവരിത് നിർബന്ധമാക്കുന്നതും ഇത് നിർബന്ധമാക്കണമെന്ന് പെൻറ്റഗണുമായിട്ട്
റെഡ് ലൈനായിട്ട് പെൻറ്റഗണോട് പറയുകയും ചെയ്യുന്നത്. അപ്പോൾ ആ ജിയോഗ്രഫി വിട്ട് കഴിഞ്ഞാലും അതിന് പുറത്തുള്ളവരുടെ കാര്യവും ലോകത്തിൽ US പുറത്ത് താമസിക്കുന്ന ഒരുപാട് ജനങ്ങളുടെ കാര്യവും, അപ്പോൾ അതൊക്കെ നമ്മൾ ആലോചിക്കണം. അപ്പോൾ അതാലോചിക്കുമ്പോൾ ഈ ആൻഡ്രോപ്പിക്കിൻ്റെ ഈ രീതിയിലുള്ള സംഭാഷണം പോലും ഒരു റെപ്യൂട്ടേഷൻ നിലനിർത്താൻ, റെപ്യൂട്ടേഷൻ ഒരു പരിചയമായിക്കൊണ്ട് വ്യാപകമായിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഇത്തരം GPT പോലുള്ള ക്യാമ്പയിനുകൾക്കെതിരെ, ആളുകളുടെ പ്രതിഷേധങ്ങൾക്കെതിരെ ഉന്നയിക്കാൻ പറ്റുന്ന ഒരു റെപ്യൂട്ടേഷൻ ബിൽഡിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത്. അതായത് ആത്യന്തികമായിട്ട് സിറ്റിസൺസിനെയോ അല്ലെങ്കിൽ ആളുകളെയോ പരിരക്ഷിക്കാനോ സംരക്ഷിക്കാനോ വേണ്ടിയല്ല ഒരു കമ്പനികളും പ്രവർത്തിക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത്. AI കാര്യം ഒന്നുകൂടെ വന്നാൽ, ഇന്ന് പ്രധാനമായിട്ട് AI യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് യുദ്ധമേഖലയാണ്. ആധുനിക വാർഫെയറിനെ, യുദ്ധങ്ങളെ, അതിൻ്റെ സ്വഭാവത്തെ തന്നെ വലിയ രീതിയിൽ മാറ്റി എഴുതിക്കൊണ്ടിരിക്കുകയാണ് നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത്. ഇന്ന് നാം കാണുന്ന കോൺഫ്ലിക്റ്റ് സോണുകളിലെല്ലാം, അതിപ്പം മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന യുദ്ധങ്ങളാവട്ടെ, അല്ലെങ്കിൽ ഉക്രൈൻ റഷ്യ യുദ്ധമാവട്ടെ, എല്ലാ കോൺഫ്ലിക്റ്റ് സോണുകളിലും, ഇസ്രായേൽ ഗാസയിൽ നടത്തിയ ആക്രമണമാവട്ടെ, ഇവിടെ എല്ലാം വ്യാപകമായിട്ട് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചു. നിർമ്മിത ബുദ്ധിയുടെ പരീക്ഷണശാലകളായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ കോൺഫ്ലിക്റ്റ് സോണുകളെല്ലാം ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് കാണാം. എങ്ങനെ കൃത്യമായിട്ട് നിർമ്മിത ബുദ്ധിയുടെ പുതിയ ഉപയോഗം സാധ്യമാണ്, എങ്ങനെ വ്യാപകമായ നശീകരണത്തിന്, ടാർഗറ്റഡ് ആയിട്ടുള്ള കൊലപാതകങ്ങൾക്കൊക്കെ AI ഉപയോഗപ്പെടുത്താം എന്നതിനെ സംബന്ധിക്കുന്ന വലിയ പരീക്ഷണങ്ങൾക്ക് വേണ്ടുന്ന ഫാക്ടറികളായിട്ടാണ് ഇന്നത്തെ ഈ ഒരു കോൺഫ്ലിക്റ്റ് സോണുകളെല്ലാം പ്രവർത്തിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്, ഒരു മിലിറ്ററി ടൂളാണ് ഇന്ന് AI. അതാണ് AI ഏറ്റവും വലിയ ഉപയോഗമായിട്ട് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മിനിറ്റുകൾ കൊണ്ട്, വളരെ കുറഞ്ഞ സമയം കൊണ്ട് ആയിരക്കണക്കിന് ടാർഗറ്റുകളെ ഒരേ സമയം കണ്ടെത്തുകയും ഒരേ സമയം നശിപ്പിക്കാനും കഴിയുന്ന രീതിയിൽ ആയുധങ്ങളുടെ വിന്യാസത്തെ, അതിൻ്റെ ആക്രമണ ശേഷിയെ, ആ ടാർഗറ്റുകളെ കൃത്യമായി മനസ്സിലാക്കുന്നതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെ വിപുലമായിട്ട് നിർമ്മിത ബുദ്ധി ഉപയോഗിക്കാമെന്നതിനെക്കുറിച്ചാണ് ഈ പറയുന്ന പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് യുദ്ധഭൂമികളിലെല്ലാം. അപ്പോൾ ഇവിടെയുള്ള ക്വസ്റ്റ്യൻ, ഇത്ര ആയിരക്കണക്കിന് ടാർഗറ്റുകൾ ഒരേ സമയം നമ്മൾ കണ്ടെത്തുമ്പോൾ, അല്ലെങ്കിൽ AI നിർദ്ദേശിക്കുമ്പോഴൊക്കെ ഇത്രയും ആയിരക്കണക്കിന് ടാർഗറ്റുകളുണ്ട്, ഇവയെല്ലാം കൃത്യമായി പ്രശ്നഭരിതമാണ്, ഇവയെല്ലാം നമുക്ക് ഒരേ സമയം ആക്രമിക്കാമെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരേ സമയം ആക്രമിക്കുമ്പോൾ അതിൽ എത്രത്തോളം തെറ്റുകൾ എന്നതിനെ സംബന്ധിക്കുന്ന വലിയ നൈതിക പ്രശ്നങ്ങളുണ്ട്. ഈ ടാർഗറ്റുകളിൽ എത്രയാണ് സിവിലിയൻ ടാർഗറ്റുകളാണ്, അവ എങ്ങനെ ആക്രമിക്കപ്പെടുന്നു, അവ ആക്രമിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ആരാണ് ഉത്തരവാദി, ഇങ്ങനത്തെ ചോദ്യങ്ങളുണ്ട്. ഇറാനിൽ തന്നെ 168 കുട്ടികൾ മരണപ്പെട്ട ആ ഒരു സംഭവം, അതൊരു AI ടാർഗറ്റ് നിർണ്ണയിക്കുന്നതിൽ വന്ന പിഴവാണോ നമുക്കറിയില്ല. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്തായാലും സാധ്യമാണ്. അതിനെതിരെയുള്ളൊരു, അതെങ്ങനെ പരിഹരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആക്രമണം നടന്നു കഴിയുമ്പോൾ അതെങ്ങനെ, അതിൻ്റെ ഉത്തരവാദിത്വം, അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കും എന്ന ചോദ്യമുണ്ട്. അപ്പോൾ ഇതിനൊക്കെ മറുപടിയായിട്ട് പറയുന്ന, ഇത്തരം ആക്രമണങ്ങൾ നടത്തുമ്പോൾ എപ്പോഴും ഒരു ഹ്യൂമൻ ഇൻ ദ ലൂപ്പ് എന്ന് പറയുന്നൊരു സിസ്റ്റം, അതായത് ഒരു മനുഷ്യൻ തീരുമാനമെടുക്കാൻ വേണ്ടി ഉണ്ടാവും ആ ലൂപ്പിൽ. അതായത് നിർമ്മിത ബുദ്ധി സ്വയമേവ ആക്രമണം നടത്തുകയല്ല, നിർമ്മിത ബുദ്ധിക്ക് ഈ ആക്രമണത്തിന് ഒരു ഹ്യൂമൻ ഓതറൈസേഷൻ ആവശ്യമാണ്. ആ ഒരു ഹ്യൂമൻ എപ്പോഴും ലൂപ്പിലുണ്ടാവും എന്നാണ് ഇതിനെ ന്യായീകരിക്കാനായിട്ട് പറയുന്നത്. പക്ഷേ നമുക്ക് അറിയാം, ഇപ്പോൾ ആയിരക്കണക്കിന് ടാർഗറ്റുകൾ ഒരേ സമയം ഒരു AI നിർദ്ദേശിച്ച് തരുമ്പോൾ ആ ഒരു ലൂപ്പിലുള്ള ഹ്യൂമൻ തന്നെ, ഓതറൈസ് ചെയ്യാനുള്ള മനുഷ്യൻ തന്നെ, എങ്ങനെയാണ് അയാൾ ഈ 1000 ടാർഗറ്റുകളും ഒരേപോലെ അതിൽ സിവിലിയൻസ് ഉണ്ടോ, കുട്ടികളുണ്ടോ, സ്ത്രീകളുണ്ടോ, അങ്ങനത്തെ ടാർഗറ്റുകൾ അറിയാതെ വന്നു പോയിട്ടുണ്ടോ എന്നുള്ളത് എങ്ങനെയാണ് അയാൾക്ക് നിർണ്ണയിക്കാൻ കഴിയുക? കാരണം മിനിറ്റുകൾക്കകം ആക്രമണങ്ങൾ നടത്തേണ്ടതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഹ്യൂമൻ ഇൻ ദ ലൂപ്പിന് പോലും കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു ഇതിൽ തീരുമാനമെടുക്കാൻ കഴിയുമെന്ന് നമുക്ക് തോന്നുന്നില്ല. മറിച്ച് ഈ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള വെപ്പൺസ് നൽകുന്ന ടാർഗറ്റ്സിനെ ലെജിറ്റിമേറ്റ് ചെയ്യുക എന്നത് മാത്രമാണ് ഈ ഒരു സന്ദർഭത്തിൽ ആ ലൂപ്പിലുള്ള ഹ്യൂമൻ ചെയ്യുന്നത്. അതിനപ്പുറം ഏതെങ്കിലും തരത്തിൽ ഈ ഡിസിഷൻ മേക്കിങ്ങിൽ ഏതെങ്കിലും ഒരു നൈതികമായ തീരുമാനമെടുക്കാൻ അയാൾ കേപ്പബിൾ ആണോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന നിർമ്മിത ബുദ്ധിയുടെ അൽഗോരിതങ്ങൾ എങ്ങനെയാണ് ഈ ടാർഗറ്റുകൾ നിർണ്ണയിക്കുന്നത് എന്നത് വലിയൊരു പ്രശ്നമാണ്. അവയുടെ ഡാറ്റ എത്രമാത്രം
ഫ്ലോഡ് ആവാൻ സാധ്യതയുണ്ട്, എത്രമാത്രം പക്ഷപാതപരമാവാൻ സാധ്യതയുണ്ട് എന്നുള്ള പ്രശ്നമുണ്ട്. നമ്മൾ ഈ പക്ഷപാതത്തിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ഈ ഡാറ്റകളെല്ലാം തന്നെ ട്രെയിൻ ചെയ്യുന്നതാണ്. എഐനെ അത് ട്രെയിൻ ചെയ്തെടുക്കുന്ന ഡാറ്റകളുടെ അടിസ്ഥാനത്തിലാണ് AI എപ്പോഴും തീരുമാനങ്ങൾ എടുക്കുക. അപ്പോൾ ഈ AI മോഡലുകളെല്ലാം തന്നെ ട്രെയിൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം ഒന്നാം ലോക രാജ്യങ്ങളിൽ നിന്ന് ലഭ്യമായ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡാറ്റകളുടെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും ഇത് ട്രെയിൻ ചെയ്തെടുക്കുക. അപ്പോൾ അവിടെയുള്ള അത്തരം അധീശ സംസ്കൃതികളുടെ സാംസ്കാരികമായ ചില സവിശേഷതകൾ, അവയുടെ വാല്യൂ ജഡ്ജ്മെൻറ്റ്സ്, അവയുടെ ഐഡിയോളജിക്കലായിട്ടുള്ള ബയാസസ്, ഇതിനെയൊക്കെ തന്നെ യൂണിവേഴ്സലായ രീതിയിലുള്ള സത്യങ്ങൾ എന്ന് കരുതിക്കൊണ്ടാണ് AIയുടെ പല ടാർഗറ്റുകളും നിർണ്ണയിക്കപ്പെടുന്നത് എന്നാണ് നാം പറയുന്നത്. അതായത് ഈ ഒരു സാംസ്കാരിക മേഖലയ്ക്ക്, ഒരു അധീശ സാംസ്കാരിക ഭൂമികയ്ക്ക് പുറത്തു നിൽക്കുന്ന രാജ്യങ്ങളെ, സംസ്കാരങ്ങളെ, ജനതതികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡാറ്റ ഒരുപക്ഷെ AI സംബന്ധിച്ചിടത്തോളം അതൊരു ത്രെട്ടായിട്ട് വളരെ എളുപ്പം ഡിറ്റർമൈൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം അതിനെ അത്തരത്തിൽ ട്രെയിൻ ചെയ്യപ്പെട്ടിട്ടില്ല. എന്താണോ ട്രെയിൻ ചെയ്യപ്പെട്ടത് അത് കേവലം സാംസ്കാരികമായ രീതിയിൽ ഒരു യൂണിവേഴ്സൽ ട്രൂത്തായിട്ടുള്ള ആവില്ല എന്ന് തിരിച്ചറിയാൻ അതിന് കഴിയുമോ എന്നുള്ള പ്രശ്നമാണ്. അപ്പോൾ ഈ രീതിയിലാണ് പക്ഷപാതം വരുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിൽ പക്ഷപാതപരമായിട്ടുള്ള ഫ്ലോഡ് ആയിട്ടുള്ള ഡാറ്റ ഉപയോഗിച്ചായിരിക്കും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള AIയുടെ ട്രെയിനിങ് നടക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഇസ്രായേൽ ഗസ വാറിൻ്റെ കാര്യമെടുത്താൽ തന്നെ ഗസയിൽ നടത്തിയ വലിയ വലിയ ആക്രമണങ്ങൾ പലതും നിർമ്മിത ബുദ്ധിയാണ് യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളതെന്ന് നമുക്കറിയാം. അപ്പോൾ അതിലൊക്കെ എങ്ങനെയാണ് ടാർഗറ്റുകൾ ഡിറ്റർമിൻ ചെയ്യപ്പെടുക, അതിൽ കൂട്ട ആക്രമണങ്ങൾ നടക്കുമ്പോൾ അതിനെ എങ്ങനെയാണ് ജസ്റ്റിഫൈ ചെയ്യുന്നത്, ഇതൊക്കെ AI സ്വയമാണ് ചെയ്യുന്നതെങ്കിൽ അതിലെ നൈതികത എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ അർത്ഥത്തിലാണ് നമ്മൾ ഇന്ന് പറയുന്നത് ഈ AI യഥാർത്ഥത്തിൽ ഒരു തരത്തിലൊരു കൂട്ടക്കൊലകളുടെ ഫാക്ടറി ആയിട്ടാണ്, ഫാക്ടറിയെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നതെന്ന് പല നിരീക്ഷകരും പറയുന്നത്. മുമ്പ് കൂട്ടക്കൊലകളുടെ കാരണം പറയുമ്പോൾ നമ്മൾ പറയും നാസികളാണ് ആദ്യമായിട്ട് ചരിത്രത്തിലൊരു ടെക്നോളജിക്കലി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ വ്യാപകമായിട്ട് കൂട്ടക്കൊലകൾ നടത്തിയത് എന്ന് പറയുന്നത്. കാരണം അത്തരം ടെക്നിക്കൽ സോഫിസ്റ്റിക്കേഷൻ ഇല്ലെങ്കിൽ നാസികൾ നടത്തിയതുപോലെ വലിയ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഉണ്ടാക്കുകയും കൂട്ടക്കൊലകൾ വ്യാപകമായിട്ട് നടത്തുകയും ചെയ്യാൻ ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റിൻ്റെ അഭാവത്തിൽ സാധ്യമായിരുന്നില്ല. സമാനമായ രീതിയിൽ ഇന്ന് AI അഡ്വാൻസ്മെൻറ്റിൻ്റെ നിർമ്മിത ബുദ്ധിയുടെ അഭാവത്തിൽ സാധ്യമല്ലാത്ത രീതിയിൽ, അപ്പോൾ അതിൻ്റെ അഭാവത്തിൽ സാധ്യമല്ലാത്ത പല കൂട്ടക്കൊലകളുമാണ് ഇന്ന് പല യുദ്ധഭൂമികളിലും കോൺഫ്ലിക്റ്റ് സോണുകളിലും നടക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളായിട്ട് നമുക്കൊരു പക്ഷേ ഗസ എടുക്കാൻ പറ്റും. ഗസയിൽ നടന്ന വ്യാപകമായ കൂട്ടക്കൊലകൾ ഈ അർത്ഥത്തിൽ നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു സംഗതി കെന്നത്ത് പെയിൻ എന്ന് പറയുന്ന ലണ്ടനിലുള്ള ഒരു കിങ്സ് കോളേജ് ലണ്ടനിലുള്ള ഒരു പ്രൊഫസർ, അദ്ദേഹം നടത്തിയൊരു സിമുലേഷൻ ടെസ്റ്റ് ഉണ്ട്. ഈ AIകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള എന്താണ് ക്രൈസിസ് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് AI അതിനോട് പ്രതികരിക്കുക എന്നതിനെക്കുറിച്ചൊരു സിമുലേറ്റഡ് എൻവയോൺമെൻറ്റ് ഉണ്ടാക്കി അതിൻ്റെ ഒരു പ്രതികരണങ്ങളെ പഠിക്കുന്ന ഒരു ശ്രമമാണ് അദ്ദേഹം നടത്തിയത്. അപ്പോൾ അതിലദ്ദേഹം കണ്ടെത്തിയ ഒരു കാര്യം, ഈ പറയുന്ന ന്യൂക്ലിയർ വെപ്പൺറി ഉപയോഗിക്കാൻ AI ഏതാണ്ട് ഒരു ഹ്യൂമൻ സിറ്റുവേഷൻ, ഒരു ഹ്യൂമനാണ് ആ സിറ്റുവേഷൻ ഉള്ളതെങ്കിൽ അയാളെക്കാളും 95% കൂടുതലാണ് എന്താണ് ഒരു ന്യൂക്ലിയർ വെപ്പൺറി AI ഉപയോഗിക്കാനുള്ള സാധ്യത എന്നാണ് ആ ഒരു സിമുലേഷനിലെ നിന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നത്. അപ്പോൾ അതൊരു വലിയ പ്രതിസന്ധിയാണ്. നമ്മുടെ അതായത് ഇന്നത്തെ പ്രധാനപ്പെട്ട വലിയ ലോകരാജ്യങ്ങളെല്ലാം തന്നെ അവരുടെ മിലിറ്ററി വെപ്പൺറിയും അവരുടെ ആയുധങ്ങളുടെ ഉപയോഗമൊക്കെ തന്നെ വലിയ രീതിയിൽ നിർമ്മിത ബുദ്ധിയുടെ കൺട്രോളിലാക്കുമ്പോൾ ഇത്തരത്തിലുള്ളൊരു ന്യൂക്ലിയർ ഡിസാസ്റ്റർ ഉണ്ടാകാനുള്ള സാധ്യത എത്ര വലുതാണ് എന്നതാണ് അദ്ദേഹം അതിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഈ അർത്ഥത്തിൽ നിർമ്മിത ബുദ്ധിയുടെ വളരെ വിനാശകരമായിട്ടുള്ള ഒരു വളർച്ച ഒരു വശത്ത് നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. നിർമ്മിത ബുദ്ധി നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ ലോകത്തിൽ വളർന്നു വരുന്ന ഒരു സാങ്കേതിക വിദ്യയാണ്. വലിയ രീതിയിൽ മനുഷ്യന് ഉപയോഗപ്പെടുന്ന, നമ്മുടെ പ്രവർത്തികളെ എളുപ്പമാക്കുന്ന, നമ്മുടെ ജോലികളെ എളുപ്പമാക്കുന്ന, ഒരുപക്ഷെ സങ്കീർണമായിട്ടുള്ള പല ജോലികളും വളരെ എളുപ്പം ചെയ്തു തീർക്കാൻ നമ്മെ സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ അതിൻ്റെ പോസിറ്റീവ് സൈഡ്സ് വളരെ വലുതാണ്, അത് നിഷേധിക്കുകയല്ല. പക്ഷേ ഏതൊരു രീതിയിലാണ്
നിർമ്മിത ബുദ്ധിയുടെ മറ്റ് ഉപയോഗങ്ങൾ ലോകത്ത് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് കൂടി സൂചിപ്പിക്കുകയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തത്. നന്ദി.